അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ വ്യാപാര നയങ്ങൾ ആഗോളതലത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുന്നു. അടുത്ത മാസം മുതൽ കാനഡയിൽ നിന്നുള്ള ഇറക്കുമതികൾക്ക് 35% തീരുവ ചുമത്തുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനം കാനഡയെ മാത്രമല്ല മറ്റ് രാജ്യങ്ങളെയും ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. മറ്റ് രാജ്യങ്ങൾക്ക് 15% മുതൽ 20% വരെ താരിഫ് ഏർപ്പെടുത്തുമെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ പുതിയ നിരക്കുകൾ ഓഗസ്റ്റ് 1 മുതൽ പ്രാബല്യത്തിൽ വരും. കാനഡ ഇതിനെതിരെ പ്രതികാര നടപടികൾ സ്വീകരിച്ചാൽ നിലവിലുള്ള തീരുവകൾ അതിനനുസൃതമായി വർദ്ധിപ്പിക്കുമെന്നും US മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നേരത്തെ കാനഡയ്ക്ക് 25% താരിഫാണ് US ഏർപ്പെടുത്തിയിരുന്നത്. എന്നാൽ 2020 US മെക്സിക്കോ കാനഡ കരാർ പരിധിയിൽ വരുന്ന സാധനങ്ങളുടെ വ്യാപാര തീരുവകൾ ഒഴിവാക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ഒരു US ഉദ്യോഗസ്ഥൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ഊർജ്ജത്തിനും വളത്തിനുമുള്ള 10% നിരക്കിൽ മാറ്റമില്ല. ഈ വിഷയങ്ങളിൽ ട്രംപ് അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അത്തരമൊരു ഒഴിവാക്കൽ ട്രംപിന്റെ താരിഫ് വർധനവ് കാനഡയിൽ ചെലുത്തുന്ന ആഘാതത്തെ ഗണ്യമായി കുറയ്ക്കാൻ സാധ്യതയുണ്ട്. കാനഡയിൽ നിന്നുള്ള ഫെന്റനൈലിന്റെ ഒഴുക്കിനെക്കുറിച്ചും താരിഫ് ഇതര വ്യാപാര തടസ്സങ്ങളെക്കുറിച്ചും കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിക്ക് അയച്ച കത്തിൽ ട്രംപ് പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട്. വ്യാപാര കമ്മി US സമ്പദ് വ്യവസ്ഥയ്ക്കും ദേശീയ സുരക്ഷയ്ക്കും ഭീഷണിയാണെന്നും ട്രംപ് ചൂണ്ടിക്കാട്ടി. ഫെന്റനൈലിന്റെ ഒഴുക്ക് തടയാൻ കാനഡ USനൊപ്പം പ്രവർത്തിച്ചാൽ താരിഫ് നിരക്കുകളിലെ പുനഃക്രമീകരണം പരിഗണിക്കാമെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ രാജ്യത്തെ തൊഴിലാളികളെയും വ്യവസായങ്ങളെയും അപകടത്തിലാക്കുന്ന ഒരു വ്യവസ്ഥയ്ക്കും കനേഡിയൻ സർക്കാർ തയ്യാറാകില്ലെന്ന് പ്രധാനമന്ത്രി മാർക്ക് കാർണി ഉറപ്പിച്ചു പറഞ്ഞു. അമേരിക്കയുമായുള്ള നിലവിലെ വ്യാപാര ചർച്ചകളിലുടനീളം കനേഡിയൻ സർക്കാർ തൊഴിലാളികളെയും ബിസിനസ്സുകളെയും സംരക്ഷിച്ചുവെന്നും ഈ സമീപനത്തിൽ തുടർന്നും മാറ്റമുണ്ടാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. USലേക്കുള്ള ഫെന്റനൈലിന്റെ ഒഴുക്ക് തടയുന്നതിനുള്ള പോരാട്ടത്തിൽ കാനഡ വഹിക്കുന്ന പങ്കിനെക്കുറിച്ചും കാർണി ട്രംപിനെ ഓർമ്മിപ്പിച്ചു. രണ്ട് രാജ്യങ്ങളെയും ജീവൻ രക്ഷിക്കുന്നതിനും സമൂഹങ്ങളെ സംരക്ഷിക്കുന്നതിനും അമേരിക്കയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നത് തുടരാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. US സെൻസസ് ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരം മെക്സിക്കോ കഴിഞ്ഞാൽ USന്റെ രണ്ടാമത്തെ വലിയ വ്യാപാര പങ്കാളിയും US കയറ്റുമതിയുടെ ഏറ്റവും വലിയ ഉപഭോക്താവുമാണ് കാനഡ. കഴിഞ്ഞ വർഷം $349.4 ബില്യൺ ഇറക്കുമതിയാണ് കാനഡ നടത്തിയത്. അതേസമയം USലേക്ക് $412.7 ബില്യൺ വസ്തുക്കൾ കയറ്റുമതി ചെയ്യുകയും ചെയ്തു. നേരത്തെ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് 2 ദിവസത്തിനുള്ളിൽ താരിഫ് പ്രഖ്യാപനം പ്രതീക്ഷിക്കാമെന്ന് NBC ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ട്രംപിന്റെ കത്ത് ലഭിക്കാത്ത രാജ്യങ്ങൾക്ക് 10% നിരക്കിൽ പരസ്പര കരാർ ഒപ്പിട്ട രാജ്യങ്ങളെ അപേക്ഷിച്ച് ഉയർന്ന താരിഫ് ചുമത്തും. മാർച്ചിൽ കാനഡയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന കാറുകൾക്കും ഓട്ടോമൊബൈൽ പാർട്സിനും ട്രംപ് 25% തീരുവ ഏർപ്പെടുത്തിയിരുന്നു. ജൂണിൽ കനേഡിയൻ സ്റ്റീൽ, അലൂമിനിയം ഇറക്കുമതികൾക്ക് 50% തീരുവ പ്രഖ്യാപിച്ചു. പുതിയ നിരക്ക് മറ്റെല്ലാ സാധനങ്ങൾക്കും ബാധകമാകും. 30 ദിവസത്തിനുള്ളിൽ പുതിയ സാമ്പത്തിക സുരക്ഷാ കരാർ ഒപ്പിടാൻ ട്രംപുമായി ധാരണയിലെത്തിയെന്ന് മാർക്ക് കാർണി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ വ്യാപാര ചർച്ചകളുടെ പുരോഗതിയെക്കുറിച്ച് ട്രംപ് വ്യക്തത വരുത്തിയിരുന്നില്ല. വ്യാപാര ചർച്ചകൾ പുനരാരംഭിക്കുന്നതിന്റെ ഭാഗമായി US സാങ്കേതിക സ്ഥാപനങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ആസൂത്രിത ഡിജിറ്റൽ സേവന നികുതി കാർണി റദ്ദാക്കിയിരുന്നു. അതേസമയം US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇറാനിലേക്കുള്ള യാത്രയുടെ ഗുരുതരമായ അപകട സാധ്യതകളെക്കുറിച്ച് പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകി രംഗത്തെത്തി. ഇറാൻ യാത്രയ്ക്കെതിരെ പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകുന്നതിനായി പുതിയ വെബ്സൈറ്റ് ആരംഭിച്ചതായും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പ്രഖ്യാപിച്ചു. തടവിലാക്കപ്പെട്ട US പൗരന്മാർക്ക് കോൺസുലാർ സേവനങ്ങൾ സ്ഥിരമായി നിഷേധിക്കുന്നുണ്ടെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് ടാമി ബ്രൂസ് പറഞ്ഞു. ബോംബാക്രമണം നിലച്ചെങ്കിലും ഇറാനിലേക്ക് യാത്ര ചെയ്യുന്നത് സുരക്ഷിതമല്ലെന്നും അവർ വ്യക്തമാക്കി. ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷത്തെ തുടർന്ന് ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിലും സൈനിക സ്ഥാപനങ്ങളിലും US നടത്തിയ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ മുന്നറിയിപ്പ്. US പൗരന്മാരെ, പ്രത്യേകിച്ചും ഇറാനിയൻ പാരമ്പര്യമുള്ളവരെ ലക്ഷ്യമിട്ടുള്ളതാണ് ഈ പുതിയ വെബ്സൈറ്റും ബോധവൽക്കരണ ക്യാമ്പയിനും. ഇറാൻ ഇരട്ട പൗരത്വം അംഗീകരിക്കുന്നില്ലെന്നും US പൗരന്മാർക്ക് കോൺസുലാർ സേവനങ്ങൾ നിഷേധിക്കപ്പെടുകയാണെന്നും ടാമി ബ്രൂസ് വിശദീകരിച്ചു. ട്രംപിന്റെ ഈ കടുത്ത വ്യാപാര നയങ്ങൾ പ്രത്യേകിച്ചും കാനഡയുമായുള്ള ബന്ധത്തിൽ വരും കാലങ്ങളിൽ ആഗോള വ്യാപാരത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അമേരിക്ക ഫസ്റ്റ് എന്ന നയത്തിൽ ഊന്നി വ്യാപാര കമ്മി കുറയ്ക്കാൻ ലക്ഷ്യമിടുന്ന ട്രംപിന്റെ നീക്കങ്ങൾ പരമ്പരാഗത സഖ്യകക്ഷികളെ പോലും സമ്മർദ്ദത്തിലാക്കുന്നു. കാനഡയെ സംബന്ധിച്ചിടത്തോളം ഇത് സാമ്പത്തികമായി വലിയ വെല്ലുവിളിയാണ്. USലേക്കുള്ള കയറ്റുമതിയെ ആശ്രയിച്ചു നിൽക്കുന്ന കനേഡിയൻ വ്യവസായങ്ങൾക്ക് ഇത് കനത്ത തിരിച്ചടിയുമാകും. കാനഡ തിരിച്ചടി നൽകിയാൽ അത് തീരുവ യുദ്ധത്തിലേക്ക് നയിക്കുകയും ഇരു രാജ്യങ്ങൾക്കും ദോഷകരമാവുകയും ചെയ്യും. യൂറോപ്യൻ രാജ്യങ്ങൾക്കും സമാനമായ ഭീഷണികൾ ഉള്ളതിനാൽ ഇത് ആഗോള വ്യാപാര ബന്ധങ്ങളെ കൂടുതൽ സങ്കീർണമാക്കും. അതേസമയം ഇറാനുമായുള്ള USന്റെ നയപരമായ മാറ്റങ്ങളും മേഖലയിലെ സംഘർഷ സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്.